ഇല്ലാടികളെ ഞാനിപ്പോൾ കോടതിയിലാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഒരു കേസിന്റെ കാര്യം പറഞ്ഞില്ലേ, അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് വന്നാണ്. അതിന്റെ ഒന്നും അദാലത്തായിട്ട് വന്നാണ് കേട്ടത്. ഡീറ്റെയിൽസ് ഫുള്ള് നമ്മുടെ കില്ലാടി അവിടെ പറഞ്ഞുതരും. ആ വീഡിയോ നമ്മളത് കേസ് കഴിഞ്ഞിട്ടുള്ള ഇൻട്രോണ് എടുക്കണ്ടല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വന്ന സമയത്ത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കോടതി വളർത്തി തന്നെയാണെങ്കിൽ കേട്ടത്. അപ്പോൾ കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവൻ പറഞ്ഞുതരും. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് വാ. അതന്നെ ഇല്ലാടികളെ. അപ്പോൾ പറഞ്ഞ പോലെ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ കോടതിയിലെത്തി എങ്ങനെ കേസ് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു തരാം. നമുക്കിത് സത്യം പറഞ്ഞ ഒരാൾ പണിതാണ് ഇല്ലാടല്ലേ. അപ്പോൾ ഞാൻ കിട്ടും മറ്റേ ക്യാമറ നമ്മുടെ ചെക്കനെ കൊടുക്കട്ടോ, പിടിച്ച് ബാക്കി പറഞ്ഞു തരാം ഇല്ലാടല്ലേ. എങ്ങനെ സംഭവിച്ചു, ഇത് എങ്ങനെയാണ് നമുക്ക് കേസ് വന്നതൊക്കെ പറഞ്ഞു തരാം. വിരൽ പറഞ്ഞേട്ടാ ഇല്ലാടല്ലേ. അപ്പോൾ ഇങ്ങനെ കിട്ടുന്നില്ലല്ലേ. അപ്പോൾ ഇല്ലാടല്ലേ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് വ്യൂവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒരെണ്ണമുണ്ട്. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മുടെ എങ്ങനത്തെ വീഡിയോസ് ഇടുന്നത്, നമ്മൾ എങ്ങനത്തെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മളെന്താ സംഭവിച്ചു ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ നോർമലി ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് നമ്മൾ നോർമലി കണ്ടന്റ് ഒക്കെ ഉണ്ടായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇല്ലാടല്ലേ നമ്മൾ എന്താ വെച്ചാൽ മദ്യപാനികളെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മദ്യപാനത്തിന് കുറച്ച് കണ്ടന്റ് ഒക്കെ ഇറക്കും. എന്ന് വെച്ചാൽ നോർമലി ഇല്ലാടല്ല അതിൽ നമ്മൾ കാപ്പിപ്പൊടി വെള്ളമോ അല്ലെങ്കിൽ മറ്റേ കൊക്കക്കോള അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും സംഭവം. അല്ലെ നമ്മൾ റിയൽ മദ്യം ഇതുവരെ ഇറക്കിയിട്ടേ ഇല്ലാടല്ലേ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. എന്ന് വെച്ചാൽ നമ്മുടെ പിള്ളേർ ആരും മദ്യപിക്കില്ല, ഒരിക്കലും മദ്യപിക്കില്ല ഇല്ലാടല്ല. എന്ന് വെച്ചാൽ മദ്യപിച്ചിട്ടേ ഇല്ല, അത് തോന്നിയിട്ടില്ല. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇവരൊക്കെ റിയാക്ട് ചെയ്യാൻ വേണ്ടി അല്ല ഇവരെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ജസ്റ്റ് അവർക്ക് ട്രോൾ എന്ന രീതിയിലാണ് നമ്മൾ കൂടുതൽ ട്രോൾ വീഡിയോസാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ അവർക്ക് റിലേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മദ്യപാനത്തിൻ്റെ ഒരു വീഡിയോ ഇറക്കുക. ഇപ്പോൾ എന്താ വെച്ചാൽ ഡോസായിട്ട് എല്ലാപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരുത്തരുണ്ടാവും, ഇല്ലെങ്കിൽ മറ്റേ അമ്പിന്ന് മാറി അന്യനാകുന്ന ഒരു സംഭവം, അങ്ങനത്തെ കുറേയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഡോസായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ശരിക്കും അവിടേക്ക് അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഇല്ലാതെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സംഭവം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്ത സമയത്ത് നമ്മൾ വീഡിയോസ് ഇട്ട് കുറച്ച് മാസങ്ങളായിട്ടാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ മാസം ചിലപ്പോൾ ഒരു മാസം 2 വീഡിയോ അങ്ങനത്തെ വെച്ച് ഇറക്കും. എന്ന് വെച്ചാൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയ സംഭവം നമ്മുടെ കയ്യിൽ പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ പറഞ്ഞാൽ ഇല്ലാതെ ഡെയിലി കണ്ടന്റാണ്, മനസ്സിലായില്ലേ. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ അതിന് പോലത്തെ ഒരു കണ്ടന്റ് എടുത്ത് ഇട്ടു. ഒരു കണ്ടന്റ് ഇല്ലാതെ ഒരു 4-5 വീഡിയോസ് എങ്കിലും നമ്മൾ ആ മദ്യപാനത്തിൽ ഇട്ടുണ്ടാവും. നമുക്ക് പറ്റിയ മിസ്റ്റേക്ക് ഇല്ലാതെ ഞാൻ ആദ്യം തന്നെ പറയാം. എന്ന് വെച്ചാൽ നമ്മൾ മദ്യപാനത്തിന് വീഡിയോ ഇറക്കുന്ന സമയത്ത് നമ്മൾ അതിൽ ഡിസ്ക്ലെയിമർ കൊടുത്തില്ല. അപ്പോൾ നമ്മൾ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമുള്ളത് കൊടുത്തില്ല, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തില്ല. അത് നമ്മുടെ മിസ്റ്റേക്ക്. അത് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിസ്റ്റേക്കാണ് ഇല്ലാതെ അത്. പക്ഷേ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പ്രോത്സാഹിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കേസ് കൊടുത്തത്. അത് ആരും ഒരാൾ കേസ് കൊടുത്താൽ നമുക്ക് പണി തന്നാണ് ഇല്ലാതെ. അത് നമ്മൾ വൈകാതെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മെയിൽ എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തിരിക്കുന്ന എക്സൈസ് കമ്മീഷണർക്ക് മെയിൽ അയച്ചു എന്ന് പറഞ്ഞു കേട്ടോ. നമ്മുടെ വീഡിയോ വെച്ചിട്ട് 2 വീഡിയോ വെച്ചിട്ട് മെയിൽ അയച്ചു. അത് നമ്മൾ റീസെന്റ് ആയിട്ട് ആ കേസ് വരുന്നതിന് മുമ്പ് ഇല്ലാറില്ല, റീസെന്റ് ആയിട്ട് 2 വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ അല്ല, ആ വീഡിയോ വെച്ചല്ലേ അവർ മെയിൽ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒരു 4-5 മാസം മുമ്പുള്ളൊരു വീഡിയോ വെച്ചിട്ട് മെയിൽ ചെയ്തിരിക്കുകയാണ് കമ്മീഷണർക്ക്. എന്നിട്ട് കമ്മീഷണർ നേരെ നമ്മുടെ ചിറ്റൂർ എക്സൈസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ട് ആക്ഷൻ എടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ ദിവസം പണിക്ക് പോകുന്ന സമയത്താണല്ലോ, നമ്മൾ പണിക്ക് പോയിക്കൊണ്ടിരിക്കും, കൂലിപ്പണിക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പണിക്ക് പോകുന്ന സമയത്താണ് എനിക്കിങ്ങനെ രാവിലെ കോൾ വരുന്നത്. അന്ന് കിളർ അതിന് മുമ്പ് പനി പിടിച്ച് കിടപ്പുണ്ടോ, ഒരാഴ്ച മുമ്പ് ഞാൻ ഫുള്ള് പനി പിടിച്ച് കിടപ്പായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ റിക്കവറായിട്ട് പണിക്ക് പോവുക, പൈസ ഇല്ലാതെ പണിക്ക് പോകുന്ന സമയത്താണ് എനിക്ക് കോൾ വരുന്നത്. അപ്പോൾ അങ്ങനെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, നീല്ലേ ചോദിച്ചു. അപ്പോൾ ഞാനാണ് പറഞ്ഞപ്പോൾ ശരി നീ എക്സൈസ് ഓഫീസ് വരെ വരേണ്ട വരുമ്പോൾ പറഞ്ഞു. അപ്പോൾ എന്താ കാര്യം ചോദിച്ചു. പുള്ളിക്കാരി സാറ് പറഞ്ഞത് നീ വരികയാണെങ്കിൽ വരണം, 2 പേരും വിളിച്ചു ജാമ്യത്തിൽ ഇറക്കാൻ പാടില്ല, ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരും, അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി എന്നിട്ട് ഞാൻ നേരെ നമ്മുടെ കൂട്ടുകാരനെ വിളിച്ച് നേരെ മാമനെ വിളിച്ചിട്ട് പോയി. കൂട്ടുകാരനെ വിളിച്ചില്ല, ഇങ്ങനെ സംഭവം എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരനെ വിളിച്ചിട്ട് പോയി. അവിടെ പോയി നോക്കുമ്പോൾ 2 പേര് ജാമ്യത്തിൽ വേണം, ആധാർ കാർഡുള്ളവർ പറഞ്ഞു. അപ്പോൾ നമ്മുടെ കൂടെ വന്ന നമ്മുടെ കൂട്ടുകാരുണ്ട് അനിയൻ. അപ്പോൾ അവൻ്റെ പ്രൂഫും കാര്യങ്ങളൊന്നുമില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ പണിക്ക് പോകുന്ന സമയമാണ്, നമ്മുടെ പണിക്ക് വരുന്ന സെക്കൻഡ് നമ്മുടെ അനിയനാണ്. അപ്പോൾ നേരെ ഞാൻ മാമയും വിളിച്ചു, നമ്മുടെ ഫ്രണ്ടിനും വിളിച്ചു. ഇവരൊക്കെ നേരെ വന്നിട്ട് എന്താ വെച്ചാൽ ചിറ്റൂർ സ്റ്റേഷൻ അങ്ങനെ മറ്റേ കേസൊക്കെ എഴുതി ഏകദേശം സമയമില്ല, ഉച്ചയൊക്കെയായി. എന്നിട്ട് നേരെ അവിടെ നിന്ന് കൊല്ലങ്കോട് സ്റ്റേഷനിലേക്ക് പോയി, എക്സൈസ് ഓഫീസ് സ്റ്റേഷനിലേക്ക് പോയി. അത് അവരുടെ എക്സൈസ് വണ്ടിയിൽ ഒരു വല്ലാത്തൊരു അനുഭവം ആണെങ്കിലാണല്ലോ. എന്താ സംഭവിച്ചു നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല, ഇങ്ങനെ സംഭവിച്ച് ഇങ്ങനെ ആവുന്നൊന്നും വിചാരിച്ചിട്ടേ ഇല്ല. സത്യം പറഞ്ഞാൽ നമുക്കൊരു പണികളാണ് സീരിയസ്ലി. എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് സന്തോഷിക്കുന്നത് നമുക്കറിയാം. എന്താ വെച്ചാൽ സന്തോഷിക്കുന്ന പറഞ്ഞാൽ അവരുടെ അവർ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ പേര് പേഴ്സണൽ മെസ്സേജ് പറയാറുണ്ട്, പിന്നെ നേരിട്ട് കണ്ട് പറയാറുണ്ട്. ഇതിപ്പോൾ ആരോ നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരാളെ ഹേറ്റേഴ്സ് ആണോ അറിയില്ല. ഇനിയിപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പണി തന്നു, ഇനിയിപ്പോൾ നമ്മുടെ വളർച്ച കണ്ട് പണി തന്നോ അറിയില്ല ഇല്ലാടല്ലേ. എന്തായാലും എല്ലാത്തിനും സന്തോഷം. കാര്യമില്ല, നമ്മളെന്താ വെച്ചാൽ നമ്മൾ എന്തൊക്കെ വന്നാലും നമ്മൾ ഇറങ്ങി തിരിച്ചില്ലാടല്ലേ, നമ്മൾ അവസാനം വരെ പോരാടിക്കൊണ്ടിരിക്കും. അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും ചെറുതാണ് ഇല്ലാത്തതാണ്ടില്ല. അതെ, അപ്പോൾ അതാ പറയാനുള്ളത്. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് ഇപ്പോൾ കഴിഞ്ഞില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവൻ കോടതിയിലുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഫൈൻ അടയ്ക്കും, അതോടുകൂടി കഴിയുന്നത് അദാലത്ത് വിളിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ 25,000 ഫൈൻ പറഞ്ഞത്, അത്ര അടയ്ക്കുന്ന അറിയില്ല. അപ്പോൾ നമ്മൾ പൈസയൊക്കെ ആയിട്ടാണ് അവൻ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവൻ കില്ലാടി അവിടെ നിന്ന് പറഞ്ഞില്ല. അപ്പോൾ അതേ പറയുന്നുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ തളർത്താൻ വേണ്ടി കുറേ പേരുണ്ടല്ലോ, പക്ഷെ നമ്മളൊരിക്കലും തളരില്ല അല്ലേ. അതൊക്കെ അത്രയുള്ളൂ. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമില്ല. നമ്മളിപ്പോൾ എന്താ വെച്ചാൽ നമ്മളത് നമ്മുടെ ആ ഒരു തെറ്റ് നമ്മളത് പറഞ്ഞു, പക്ഷെ നമുക്ക് അറിയുന്ന ആ ഒരു പണി തന്നാണ്. എനിവേ നിങ്ങളായിരിക്കും ഞാൻ പറഞ്ഞില്ല. എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ വീഡിയോസ് ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് പേഴ്സണലി മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഒന്ന് പറയാം. അല്ലാതെ ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് നമുക്ക് പറയാനുള്ളൂ. സീരിയസ് എന്താ വെച്ചാൽ നമ്മളങ്ങനെ അത്ര വലിയ പൈസക്കാരൊന്നും അല്ല. അപ്പം നമ്മളത് കടം മേടിച്ചുകൊണ്ട് അടയ്ക്കാൻ പോണത്. അപ്പോൾ അതേ പറയുന്നുള്ളൂ. ഇതിപ്പോൾ 2ാമത്തെ കേസാണെങ്കിലുള്ള ആദ്യത്തെ കേസ് ഞാൻ പറയാട്ടെ. എന്ന് വെച്ചാൽ അതിൻ്റെ പ്രൂഫൊക്കെ വേറെ ഫോണിലാണ്, അതിൽ പ്രൂഫ് കാണിക്കും. ഇതിൽ പ്രൂഫും കാര്യങ്ങളൊന്നുമില്ല. അതിൽ പ്രൂഫ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫൈൻ അടിച്ച റെസീറ്റ് അവൻ കാണിക്കും. അപ്പോൾ അത് മാത്രമേ നമുക്ക് ഇതിൽ പ്രൂഫ് ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് മെയിൽ അയച്ച ആരാന്നൊന്നും പറയണേ ഇല്ല. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് എക്സൈസിലുണ്ട്,
മെയിൽ അയച്ചായിരുന്നു പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കില്ല എന്തായാലും കിട്ടിയാൽ നമുക്ക് നോക്കാണ് ആരാ കംപ്ലൈന്റ് ഇത് എന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. അതേ പറഞ്ഞോളൂ. രണ്ടാമത്തെ കേസ് മുമ്പ് വന്ന കേസിന്റെ കിലർ അതൊരു ദൈവത്തിന്റെ പോലത്തെ സംഭവം, മതപരമായ വിശ്വാസത്തെ തകർക്കുന്നോട്ട് നമുക്ക് ഒരു കംപ്ലൈന്റ് ആണ്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞോളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, വേറെ ഒന്നും പറയാനില്ല. ലവ് യു ഗൈസ്, ബൈ പറയണം. കില്ലാടികളെ അവിടെ നമ്മൾ ബൈ പറഞ്ഞ് പോയതാണ് സംഭവം. ബൈ പറഞ്ഞിട്ട് കാര്യമില്ല. ഏകദേശം ATM പൈസ എടുത്തില്ല അതാ ഏകദേശം 25,000 കൊണ്ടുവരാന്ന സാർ പറഞ്ഞത്. അപ്പോൾ 25,000 നമ്മൾ എടുത്തിട്ടുണ്ട്. എത്രയാണെന്ന് അറിയില്ല. അദാലത്തായ കാരണം കുറേന്ന് വിശ്വസിക്കുന്നില്ല. അപ്പോൾ നേരെ കോടതിക്ക് ഇപ്പോൾ ഫൈനും കാര്യങ്ങളൊക്കെ അടച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ ഇരുന്ന് ചായ കുടിച്ചിട്ട് പറയാം. എന്താ വെച്ചാൽ ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ജയിച്ചിട്ടില്ലേ ജയിച്ച് രാവിലെ തൊട്ട് വന്ന് പണിയായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് വല്ലാത്ത അവസ്ഥ. ഇനി അതല്ല ഞാൻ ഒരവിടെ ഇരുന്നിട്ട് കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് പറയാം. ഇല്ലാടില്ല. അപ്പോൾ ഫൈനും കാര്യങ്ങളൊക്കെ അടച്ചിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അവിടെ ഇരുന്നിട്ട് പറയട്ടെ. എന്താ വെച്ചാൽ കോടതി വളപ്പിൽ കോടതി പുറത്താണ് കേട്ടല്ലേ, എന്നാലും നമ്മൾ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതാണ് ഇല്ലാടികളെ. അപ്പോൾ നമ്മളങ്ങനെ കോടതി നമുക്ക് നേരെ വീടെത്തിയിട്ട് എന്താ സംഭവിച്ചു, കുളിച്ച് ഫ്രഷ് ആയില്ല. ആകെ ചട്ടപ്പ് പരിപാടി പറഞ്ഞാൽ സത്യം പറഞ്ഞ ചടപ്പ് പരിപാടി. നമ്മൾ അദാലത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി വിളിക്കുമ്പോൾ നമ്മൾ പോകേണ്ടത് സംഭവം നമ്മുടെ ഫയൽ എന്തോ കുറച്ച് ക്രിട്ടിക്കലാണ്, നമ്മുടെ കേസ് കുറച്ച് ക്രിട്ടിക്കലാണ് പറഞ്ഞുകൊണ്ട് വൈകുന്നേരം വരെ ആയി 5 മണി ഏകദേശം. അപ്പോൾ ഇതാണ് ആ സംഭവം. നമുക്ക് ഫൈൻ അടച്ചതിൻ്റെ ജസ്റ്റ് കോപ്പിയും കാര്യങ്ങളൊക്കെ ഒരു അഷ്വേർഡ് കോപ്പി എന്ന് പറഞ്ഞിട്ട് ഏകദേശം കുറച്ച് പേജ് ഉണ്ട്. അതിലാണ് നമ്മൾ എന്താണ് തെറ്റ് ചെയ്തെന്നൊക്കെ എഴുതി കൂട്ടിയിട്ട്. അപ്പം ഞാൻ എഴുതിയിട്ട് വായിച്ചിട്ടൊന്നുമില്ല. എന്താ വെച്ചാൽ നമുക്ക് അവിടെ തെറ്റ് മനസ്സിലായി. എന്തോ ആർട്ടിക്കിൾ 55 അങ്ങനെ എന്തൊക്കെയാണ് സംഭവം ഇട്ടിരിക്കുന്നത് ഇല്ലാടല്ലേ. എന്നിട്ട് ജഡ്ജി അദ്ദേഹമൊക്കെ നമ്മുടെ സംസാരിച്ചു. തങ്കപ്പെട്ട മനുഷ്യനാണ് കേട്ടല്ലോ. എന്താ വെച്ചാൽ പുള്ളിക്കാരൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പം നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ അങ്ങനത്തെ വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ. അത് സംബന്ധിച്ച് നമ്മൾ വീഡിയോ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു മദ്യക്കുപ്പി നമ്മളതിൽ കാണിച്ചു എന്നതൊരു സംഭവമാണ്. പിന്നെ നമ്മളെന്തോ പറഞ്ഞത് അതിൽ നമ്മൾ മദ്യം ആയിരുന്നില്ല ഇല്ലടല്ല, കട്ടൻ ചായക്കായിരുന്നു. അതിനിപ്പോൾ നമ്മൾ എങ്ങനെ ബോധിപ്പിക്കാന്ന് അറിയില്ല. നമുക്ക് അറിയുന്ന ആ ഒരു പണി തന്നാണ് എന്നാണ് സംഭവം എല്ലാവരും പറയുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു സംഭവം നമ്മൾ തേടി പോയി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടി, അതേ പറയുന്നുള്ളൂ. അപ്പോൾ അതേ പറയുന്നുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ രണ്ടാമതൊരു കേസാണിത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസിന്റെ സംഭവങ്ങളൊക്കെ അതിന് പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ എന്തായാലും കാണിക്കില്ലടല്ലേ. ഇത് സെക്കൻഡ് കേസാണ്. അപ്പോൾ അങ്ങനെ ഫൈനൊക്കെ അടിച്ചു. 10,000 രൂപയാണ് ഫൈൻ അടിച്ചില്ലടല്ലേ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. 50,000 രൂപയുടെ ഒരു സംഭവം ആയിരുന്നു. അപ്പോൾ സാറിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി ലാസ്റ്റ് അദാലത്തായതുകൊണ്ട് 10,000 രൂപ അടിച്ചു. 25,000 മദ്യപാനം നമ്മൾ പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 25,000 രൂപയാണ്. അതിപ്പോൾ പുതിയ നിയമം വന്നിട്ടില്ലല്ലോ, 50,000 രൂപ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ചെയ്യാതിരിക്കുക, അത് നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ അത്രേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. കേസൊക്കെ കിട്ടി. ഇപ്പോൾ ഇനി വേറെ ഒന്നും പറയാനില്ല. ഇനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബർത്ത്ഡേ പരിപാടി ഉണ്ട്, അതിൻ്റെ വ്ളോഗ് വേറെ വരുന്നതാണ് ഇല്ലല്ലേ. അപ്പോൾ അതേ പറയുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.